എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. പദങ്ങളും സങ്കല്പങ്ങളും സമൂഹശാസ്ത്രത്തിൽ അവയുടെ ഉപയോഗവും. ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസേജ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചു, സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണെന്ത് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? സൊസൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. സമൂഹവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സോഷ്യോളജിയിൽ കാണാം. അപ്പം ഈ പാഠം എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പാഠത്തിലൂടെ നമ്മൾ പുതിയ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട പുതിയ വാക്കുകൾ പഠിക്കും, പുതിയ ടേംസ്, അത് പദങ്ങൾ പഠിക്കും, അതായത് കോൺസെപ്റ്റ്സ്, സങ്കല്പങ്ങൾ പഠിക്കും. അവ എന്തിനുപയോഗിക്കുന്നു അല്ലെങ്കിൽ അവ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പം ഓരോ വിഷയം പഠിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് വേണം? സാങ്കേതിക പദങ്ങൾ വേണം, അല്ലേ? ഏതൊരു വിഷയത്തിനും സാങ്കേതിക പദങ്ങൾ ആവശ്യമാണ്. സാങ്കേതിക പദങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മൾക്ക് മനുഷ്യ ശരീരം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രെയിൻ, തലച്ചോറ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വിഷയം ഏതാ? ബയോളജി. അതേപോലെ രാസപ്രവർത്തനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന വിഷയം ഏതാ? രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി. പിന്നെ അതേപോലെ യുദ്ധങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വിഷയം ഏതാ? ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി, അല്ലേ? പിന്നെന്താ? പിന്നേതാ? അങ്ങനെ ഓരോ വിഷയത്തിനും എന്താണ്? അടിസ്ഥാനപരമായിട്ട് കുറേ സാങ്കേതിക പദങ്ങൾ വേണം. ഇപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരും ബയോളജി തന്നെയാണ് വരിക, അല്ലേ? തലച്ചോറ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതാണ് വരിക. അപ്പം ഈ സോഷ്യോളജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇടയ്ക്ക് പഠിക്കാൻ തുടങ്ങിയൊരു വിഷയമാണ്. +1 വന്നപ്പോൾ പഠിക്കുന്നൊരു വിഷയമാണ് സോഷ്യോളജി. അപ്പോൾ അതിൽ എന്തൊക്കെ വാക്കാണ് ഉപയോഗിക്കുക, ഏതൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെയൊന്നും നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ പദങ്ങളൊന്നും പഠിച്ചിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ പദങ്ങൾ പഠിക്കുന്നു സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന. ഫസ്റ്റ് അതിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സോഷ്യൽ ഗ്രൂപ്പ്, അതായത് സാമൂഹിക സംഘങ്ങൾ, സമൂഹവും. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നും വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് സാമൂഹിക സംഘത്തിൻ്റെ സവിശേഷതകൾ. നിങ്ങൾ അധികം എന്ത് ചെയ്യേണ്ട? സാമൂഹിക സംഘം എന്നൊന്നും കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. സാമൂഹിക സംഘം എന്താണ്? സമൂഹത്തിലെ വ്യക്തികളുടെ ഒരു കൂട്ടം. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്നൊക്കെ പറയാറില്ലേ, അതെന്താണ്? ഒരു സാമൂഹിക സംഘമാണ്. അതായത് അത് സമൂഹത്തിലുള്ള ഒരു കൂട്ടമാണ്, ആൾക്കാരുടെ കൂട്ടമാണ്. അതിനെയാണ് നമ്മൾ സാമൂഹിക സംഘം എന്ന് പറയുന്നത്. ഈ സാമൂഹിക സംഘം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒന്നിലധികം വ്യക്തികൾ, ഒന്നിലധികം എന്ന് പറയുമ്പോൾ അതെന്താവാം? 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 10 ആവാം, അങ്ങനെ എത്ര വേണമെങ്കിലും ആകാം. അങ്ങനെ ഒന്നിലധികം വ്യക്തികൾ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുകയോ ആശയങ്ങൾ കൈമാറുകയോ ചെയ്യുമ്പോൾ ഒരു സാമൂഹിക സംഘം രൂപപ്പെടുന്നു. അവർ നേരിട്ടോ അല്ലാതെയോ എന്ത് ചെയ്യുന്നു? ആശയവിനിമയം നടത്തുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് സാമൂഹിക സംഘത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ സവിശേഷത എന്താണ്? നിരന്തരമായ പരസ്പര പ്രവർത്തനം. എന്താണ് നിരന്തരമായ പരസ്പര പ്രവർത്തനം? അവർക്കിടയിൽ എന്തുണ്ടാവും? ഒരു സാമൂഹിക സംഘമാണെങ്കിൽ ആ സാമൂഹിക സംഘത്തിലെ വ്യക്തികൾക്കിടയിൽ തുടർച്ചയായിട്ട് നിരന്തരമായ ഒരു പരസ്പര പ്രവർത്തനം. എന്ത് കാര്യത്തിനും അവർ എന്തുണ്ടാവും? ഒത്തൊരുമയോടെ നിൽക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് നിരന്തരമായ പരസ്പര പ്രവർത്തനം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈ പരസ്പര പ്രവർത്തനത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക. അതായത് എന്താണ്? ഇവർ ഒരുമിച്ച് നിൽക്കും, അതിൻ്റെ ഒരു മാതൃക തന്നെ നമുക്ക് കാണാനുണ്ടാവും എന്നാണ് പറയുന്നത്. ഈ പരസ്പര പ്രവർത്തനത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സംഘബോധം. അതായത് ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും അവരുടെ ആ ഒരു ടീമിനെ പറ്റി പൊതുവായ ബോധമുണ്ടാവും. അതാണ് പറയുന്നത് സംഘബോധം. അടുത്ത സവിശേഷത എന്താണ്? പൊതു താല്പര്യം. ഒരു സാമൂഹിക സംഘത്തിലെ വ്യക്തികൾക്ക് പൊതുവായ ചില താല്പര്യങ്ങൾ ഉണ്ടാവും. അടുത്തതാണ് പൊതു മാനദണ്ഡങ്ങളും മൂല്യങ്ങളും. ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾക്ക് പൊതുവായ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഉണ്ടാവും. അടുത്താണ് ഒരു നിശ്ചിത ഘടന, അഥവാ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അവർക്ക് ഒരു ഘടന ഉണ്ടാവും. അതൊക്കെയാണ് ഈ 6 പോയിൻറ്റ്സാണ് ഒരു സാമൂഹിക സംഘത്തിൻ്റെ സവിശേഷതകൾ. 5 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം എന്തൊക്കെയാണ് ഒന്നും കൂടി നോക്കാം. നിരന്തരമായ പരസ്പര പ്രവർത്തനങ്ങൾ, ഈ പരസ്പര പ്രവർത്തനത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക, സംഘബോധം, പൊതു താല്പര്യം, പൊതു മാനദണ്ഡങ്ങളും മൂല്യങ്ങളും, ഒരു നിശ്ചിത ഘടന. ഇതൊക്കെയാണ് ഒരു സാമൂഹിക സംഘത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്നൊരു 1 വേർഡ് ക്വസ്റ്റ്യനാണ് നോക്കാനുള്ളത്. നമ്മൾ അടുത്തൊരു പദം പഠിക്കുകയാണ്, സഞ്ചയം. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? സാമൂഹിക സംഘം, അല്ലേ? ഇത് അഗ്രിഗേറ്റ്സ്.
സഞ്ചയത്തെ പറ്റിയാണ് നമ്മൾ അടുത്തേ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ജനങ്ങളുടെ ഏതൊരു സംഘം ചേരലിനെയും അല്ലെങ്കിൽ ഏതൊരു കൂട്ടത്തെയും ഒരു സാമൂഹിക സംഘമായി കണക്കാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് സഞ്ചയം അഥവാ അഗ്രിഗേറ്റ്സ് ഒരു സാമൂഹിക സംഘമല്ല. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചേരുന്ന ജനക്കൂട്ടത്തെയാണ് നാം സഞ്ചയം എന്ന് പറയുന്നത്. അവർ തമ്മിൽ നിശ്ചിത ബന്ധങ്ങൾ ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ ബസ് സ്റ്റോപ്പിലോ കാത്തു നിൽക്കുന്ന യാത്രക്കാർ, സിനിമാ പ്രേക്ഷകർ എന്നിവരെല്ലാം സഞ്ചയത്തിന് ഉദാഹരണങ്ങളാണ്. അത്തരം സഞ്ചയങ്ങൾ പലപ്പോഴും അർത്ഥസംഘങ്ങൾ അഥവാ ക്വാസി ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ ക്വാസി ഗ്രൂപ്പ്സ് അത് അർത്ഥസംഘങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. അതേപോലെ സഞ്ചയം അഗ്രിഗേറ്റ്സിനെ പറ്റിയും ചോദിക്കാറുണ്ട്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്വാസി ഗ്രൂപ്പും അതായത് അർദ്ധസംഘവും അഗ്രിഗേറ്റ്സ് സഞ്ചയവും എന്താണ്, രണ്ടും ഒന്നല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ഏത് ടൈപ്പിലാണ് ചോദിക്കുക എന്നൊക്കെ ഞാൻ വൺ വേർഡ് ആയിട്ട് പ്രത്യേകം ഇടാം. അതിനെപ്പറ്റി നിങ്ങളിപ്പം നോക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയേണ്ടത്. പിന്നെ അതേപോലെ സാമൂഹിക സംഘത്തിൻ്റെ 5 സവിശേഷതകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അടുത്തത് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് അഥവാ പലതരം സംഘങ്ങൾ അല്ലെങ്കിൽ ഗണങ്ങൾ. ഈ സോഷ്യോളജിസ്റ്റ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തൊട്ട് സോഷ്യോളജിസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അതായത് സമൂഹശാസ്ത്രജ്ഞന്മാർ. ഈ സമൂഹശാസ്ത്രജ്ഞന്മാരും സാമൂഹിക നരവംശാസ്ത്രജ്ഞന്മാർ, അതായത് ആന്ത്രോപോളജിസ്റ്റ്, സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റും സംഘങ്ങളെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ്സിനെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റത്തെ ഗ്രൂപ്പാണ് പ്രാഥമികവും ദ്വിതീയവുമായ സാമൂഹിക സംഘങ്ങൾ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഷ്യൽ ഗ്രൂപ്പ്സ്. സാമൂഹിക സംഘങ്ങളെ പ്രാഥമിക സംഘങ്ങൾ എന്നും ദ്വിതീയ സംഘങ്ങൾ എന്നും വർഗീകരിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ഭാഗമാണ് പ്രാഥമികവും ദ്വിതീയമായ സാമൂഹിക സംഘങ്ങൾ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് സാമൂഹിക സംഘങ്ങളും ദ്വിതീയ സംഘങ്ങളും തമ്മിലുള്ള പ്രാഥമിക സംഘങ്ങളും ദ്വിതീയ സംഘങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രാഥമിക സംഘം എന്താണ് പറയുന്നത്? ഉറ്റവരും മുഖാമുഖ ബന്ധമുള്ളവരും പരസ്പരം സഹകരിക്കുന്നവരുമായ ജനങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് പ്രാഥമിക സംഘമെന്ന് പറയുന്നത്. സൗഹൃദം, മുഖാമുഖ ബന്ധം, സഹകരണം എന്നിവയാണ് ഇത്തരം സംഘങ്ങളുടെ മുഖ്യ സവിശേഷതകൾ. കുടുംബം, ഗ്രാമം, ചങ്ങാതി കൂട്ടങ്ങൾ എന്നിവയാണ് പ്രാഥമിക സംഘങ്ങൾക്ക് ഉദാഹരണം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി ഓർത്താൽ മതി. എന്താണ് അതൊരു പ്രാഥമിക സംഘം, പ്രൈമറി ഗ്രൂപ്പാണ്. നമ്മൾക്ക് ഇപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയോട് എന്തുണ്ട്, പരസ്പരം മുഖാമുഖ ബന്ധമുണ്ട്. അവരോട് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട് അല്ലേ, അവരോട് സൗഹൃദമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു മുഖാമുഖ ബന്ധമുണ്ട്. അതേപോലെ നമ്മൾ അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ അവരോട് നിൽക്കുന്നതാണ്. അപ്പോൾ കുടുംബം തന്നെ ആലോചിച്ചാലും മതി. കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമായി നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അത്. നമ്മൾ അവരോട് എപ്പോഴും സംസാരിക്കും, കുടുംബാംഗങ്ങളോട് സംസാരിക്കും, സൗഹൃദമുണ്ട്. അതൊക്കെ ഓർത്താൽ തന്നെ നമുക്ക് നമ്മുടെ പ്രാഥമിക സംഘം മനസ്സിലാക്കും. അപ്പോൾ എന്താണ് പ്രാഥമിക സംഘത്തിൻ്റെ സവിശേഷതകൾ? സൗഹൃദം, മുഖാമുഖ ബന്ധം, സഹകരണം കേട്ടോ. കുടുംബം, ഗ്രാമം, ചങ്ങാതി കൂട്ടങ്ങൾ എന്നിവയാണ് പ്രാഥമിക സംഘങ്ങൾക്ക് ഉദാഹരണ സഹിതം ചിലപ്പോൾ വിശദമാക്കാൻ ഇവ രണ്ടും നമ്മൾ ചോദിക്കാറുണ്ട്. അടുത്തത് ദ്വിതീയ സംഘം. ദ്വിതീയ സംഘങ്ങൾ താരതമ്യേന വലിപ്പമുള്ളവയാണ്. അതായത് കുറച്ചും കൂടി വലിപ്പം കൂടുതലാണ് ഈ സംഘങ്ങൾക്ക്. ഔപചാരികവും വ്യക്തിപരമല്ലാത്തതുമായ ബന്ധങ്ങളാണ് അവ നിലനിർത്തുന്നത്. ഔപചാരികം, ഫോർമലായിരിക്കും. അതായത് എന്താണ്, അവർക്ക് അവർ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ബന്ധം സ്ഥാപിക്കുന്നത്. അതാണ് ദ്വിതീയ സംഘങ്ങൾ എന്ന് പറയുന്നത്. ഗോൾ ഓറിയൻറ്റഡ് ആണ്, അതായത് ലക്ഷ്യോത്മുഖമാണെന്നാണ് പറയുന്നത്. ദ്വിതീയ സംഘങ്ങൾ എന്താണ്, ലക്ഷ്യോത്മുഖമാണ്. ദ്വിതീയ സംഘങ്ങൾ താരതമ്യേന വലിപ്പമുള്ളവയാണ്. ഔപചാരികം വ്യക്തിപരവുമല്ലാത്ത ബന്ധങ്ങളാണ് അവ നിലനിർത്തുന്നത്. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അവ നിലനിൽക്കണം എന്നില്ല. അതിനാൽ ദ്വിതീയ സംഘങ്ങൾ താൽക്കാലിക സ്വഭാവമുള്ളവയാണ്. വിദ്യാലയം, സർക്കാർ ഓഫീസ്, ആശുപത്രി, വിദ്യാർത്ഥി സംഘടനകൾ എന്നിവയൊക്കെ ദ്വിതീയ സംഘത്തിന് ഉദാഹരണമാണ്. നമുക്കറിയാം വിദ്യാർത്ഥി സംഘടനകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് SFI, KSU, SFI അങ്ങനെയൊക്കെയുള്ള കുറേ സംഘടനകളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പം അവയൊക്കെ എന്തിനാണ് രൂപപ്പെട്ടിരിക്കുന്നത്? വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടിയാണ് അവ നിലകൊള്ളുന്നത്. അപ്പം പ്രാഥമിക സംഘം എന്താണ്, പ്രാഥമിക സംഘത്തിലുള്ള അംഗങ്ങൾക്ക് എന്താണ്, പരസ്പര ബന്ധവും സഹകരണവും എല്ലാം ഉണ്ടെങ്കിൽ ദ്വിതീയ സംഘത്തിന് വിപരീതമാണ്. ദ്വിതീയ സംഘം ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഒരു ലക്ഷ്യം അവർ നേരത്തെ കണ്ടിട്ടുണ്ടാകും. ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ദ്വിതീയ സംഘം നിലനിൽക്കണമെന്നില്ല. അതോടെ അവരുടെ ഇത്
ആ പങ്ക് അവരവിടെ നിർത്തിയിട്ട് അവരങ്ങ് പോകും. അതാണ് പ്രാഥമികവും ദ്വിതീയമായ സാമൂഹിക സംഘങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് നല്ലോണം വായിച്ച് നോക്കുക. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനോ 6 മാർക്കിനോ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് പ്രത്യേകം നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. വീഡിയോ ലെങ്ത് ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ കുറച്ചായി വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഫുള്ളായിട്ടും ഈ ഒരു വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല, കാരണം ലെങ്ത് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും നമുക്ക് അടുത്ത കുറേ ടേംസ് പഠിക്കാനുണ്ട്. നമ്മളിപ്പം ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ച സാമൂഹിക സംഘങ്ങളും അവയുടെ സവിശേഷതകളുമായിരുന്നു. എന്തൊക്കെയായിരുന്നു? നിരന്തരമായ പരസ്പര പ്രവർത്തനത്തിന് സുസ്ഥിര മാതൃക, സംഘബോധം, പൊതു താല്പര്യം, പൊതു മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഒരു നിശ്ചിത ഘടന. ഇത് വീണ്ടും എടുത്തു പറയാൻ കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. 5 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സാമൂഹിക സംഘത്തിന് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അഗ്രിഗേറ്റ്സിനെ പറ്റി, സഞ്ചയത്തെ പറ്റിയാണ്. സഞ്ചയം ഒരു സാമൂഹിക സംഘമല്ല, ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചേരുന്ന ജനക്കൂട്ടത്തെയാണ് നമ്മൾ സഞ്ചയം എന്ന് പറയുന്നത്. പിന്നെ ക്വാസി ഗ്രൂപ്പ്, അർദ്ധസംഘങ്ങളെ പറ്റി പഠിച്ചു. എന്താണ്? റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ ബസ് സ്റ്റോപ്പിലോ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർ, സിനിമാ പ്രേക്ഷകർ എന്നിവരെല്ലാം സഞ്ചയത്തിന് ഉദാഹരണങ്ങളാണ്. അത്രയും ഗ്രൂപ്പുകളെ നമ്മൾ പലപ്പോഴും എന്ത് വിളിക്കാറുണ്ട്? അർദ്ധസംഘങ്ങൾ, ക്വാസി ഗ്രൂപ്പ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം അത്രയാണ് ഇന്ന് പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് എന്ത്? സമുദായവും സമൂഹവും അഥവാ സമാജം എന്ന് പറയുന്നതാണ്. അതായത് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. ഈ ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ്, അതായത് സ്വഗണവും അന്യഗണവും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് ഫസ്റ്റ് കേൾക്കുമ്പം നമ്മുടെ ഒന്നും ഇതാവില്ല, നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്നൊന്നും കയറണമെന്നില്ല. കാരണം നമ്മൾ 10ാം ക്ലാസ് ഒരു സോഷ്യൽ സയൻസ് പഠിച്ചു. സോഷ്യൽ സയൻസിൽ ഇങ്ങനെയുള്ള ടേംസ് ഒന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ സോഷ്യോളജിയിലോട്ട് കുറേ ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ എക്കണോമിക്സിലൊക്കെ ജസ്റ്റ് കുറച്ച് ടേംസേ വരുന്നുള്ളൂ. പക്ഷേ സോഷ്യോളജിയിലൊക്കെ എന്താണ്, കുറേ ടേംസ് ഉണ്ട്. ഹിസ്റ്ററിയിലാണെങ്കിലും 10ാം ക്ലാസ് പോലെ തന്നെയാണ്, വലിയ പുതിയ ടേംസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എളുപ്പമാണ്. സോഷ്യോളജി കുറേ ടേംസ് വരുന്നുണ്ട്, പലതും മാറിപ്പോവും. ഇത് കൂടുതൽ ഈ പഠിത്തത്തിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് പല ടേംസും ചോദിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.